നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നും നാളെയും ഈ ഒരാഴ്ചയ്ക്കായിട്ട് ഇന്ത്യൻ, ഏഷ്യൻ, US, യൂറോപ്യൻ മാർക്കറ്റുകൾ, ഗ്ലോബൽ മാർക്കറ്റുകൾ എങ്ങനെ റിയാക്ട് ചെയ്യപ്പെടുമെന്ന് ഒരു ധാരണയുമില്ലാത്ത ഒരാഴ്ചയാണ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനാരിയോ ആഗോള മാർക്കറ്റുകളിൽ വന്നിട്ടുള്ളത്. 2008 റിസഷനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പോക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര ശക്തികൾ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ്. ചൈനയ്ക്ക് എതിരെ പലപ്പോഴായിട്ടും US പല രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഓൾറെഡി തന്നെ 26% താരിഫ് ഹൈക്ക് ഉണ്ടായിരുന്നു. അതിനോടൊന്നും തന്നെ ചൈന പ്രതികരിച്ച് കണ്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് ട്രംപ് 69, ഇന്ത്യ ഉൾപ്പെടെയുള്ള 69 രാജ്യങ്ങൾക്ക് മേൽ പുതിയൊരു താരിഫ് ഹൈക്കിന് റിട്ടാലിയേഷൻ താരിഫായിട്ട് ചൈനയും 36% താരിഫ് ഹൈക്ക് US ഉൽപ്പന്നങ്ങൾക്ക് നടത്തിയപ്പോൾ അത് ട്രംപിൻ്റെ ആ ഒരു താരിഫ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫോളിൻ്റെ എത്രയോ മടങ്ങ് ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചൈന പ്രഖ്യാപിച്ചതിന് ശേഷം. കാരണം ലോകത്തിലെ മുക്കിലും മൂലയിലും ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ചൈന വേജസ് കുറവാണ് അവിടെ എന്നുള്ള കാരണം കൊണ്ടും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, പഴയ ചൈനയല്ല ഇപ്പോഴത്തെ ചൈന. പഴയ ചൈന പ്രൊഡക്റ്റ് നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റ് എന്നുള്ള പേരിൽ വില കുറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി. എല്ലാ മേഖലയിലും ചൈന അവരുടെ ആധിപത്യം പുലർത്തി. അതിപ്പോൾ ഇലക്ട്രിക്കൽ കാറായാലും സ്പേസ് സ്റ്റേഷനായാലും എല്ലാ ടെക്നോളജി, ChatGPT പോലുള്ള ആ ഒരു ഡീപ്സീക്ക് അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ചൈനയുടെ സ്വാധീനമുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചൈന ഒരു 36% താരിഫ് ഹൈക്ക് യുഎസിനെതിരെ പ്രയോഗിക്കുമ്പോൾ അതിപ്പോൾ കാണുന്നത് US മാർക്കറ്റ് കഴിഞ്ഞ ദിവസം മാത്രം ഏകദേശം ഒരു 5 ട്രില്യൺ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനേക്കാളും മുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ US മാർക്കറ്റിൽ നിന്ന് ഫോൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ഈ ഒരു താരിഫിൻ്റെ ആ ഒരു വാർത്തയ്ക്ക് ശേഷം $10 ട്രില്യൺ US മാർക്കറ്റിൽ നിന്ന് ഫോൾ ആയിട്ടുള്ളത്. അതൊരു US മാർക്കറ്റ് 52 വീക്ക് ലോയിലാണ്. US മാർക്കറ്റ് റിസഷനുള്ള സാധ്യത 60% ഉണ്ട് എന്ന് മോർഗൻ സ്റ്റാൻലി പോലെയുള്ള റേറ്റിംഗ് ഏജൻസീസ്, ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്. US മാർക്കറ്റ് കഴിഞ്ഞ ദിവസം മാത്രം ഏകദേശം ഒരു 6% ഫോള് വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഈവൻ ഇപ്പോഴും US മാർക്കറ്റ് സ്വാഭാവികമായ രീതിയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു റിക്കവറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റിക്കവറി ഇല്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മാർക്കറ്റും ഫോളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, കാണാം. ഡോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറാണ്. ഈ കഴിഞ്ഞ ദിവസം ക്ലോസ് ആയ US നാസ്ഡാക്ക് ഡോയല്ല, ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന US ഫ്യൂച്ചർ എത്ര പോയിൻ്റ്? 1000 പോയിൻ്റ് ഇടിവാണ്. ജപ്പാൻ മാർക്കറ്റ് 6%, കോസ്പി 5%, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഇടിവിലാണ്. ഇതിൽ റിസഷനൊക്കെ വരുമ്പോൾ ആണ് ഈ ക്രൂഡ് ഇടിയുന്നത്, കാരണം ഡിമാൻഡ് കുറവായിരിക്കും. സ്റ്റീൽ ഇടിയുന്നത് കാരണം ഡിമാൻഡ് കുറവായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടാറ്റ സ്റ്റീൽ നമ്മൾ ഇടിഞ്ഞു. ക്രൂഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബ്രന്റ് ഓയിൽ ഇടിയുകയാണ്. ഇതെല്ലാം തന്നെ റിസഷൻ വരുമ്പോൾ ഡിമാൻഡ് കുറയും എന്നുള്ള ആ ഒരു തിയറിയുടെ പുറത്താണ് ഇടിയുന്നത്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് ഉപരോധം ഇല്ലാത്ത ഫാർമ സെക്ടറിൽ വീണ്ടും ഉപരോധം ഉണ്ടെന്ന് പുതിയ പ്രഖ്യാപനത്തിന് ശേഷം ഡോക്ടർ റെഡ്ഡി പോലെയുള്ള കമ്പനീസ് ഫോളായിരുന്നു. ഇന്നിപ്പോൾ ഫോക്കസിൽ വരുന്നത് സ്റ്റീൽ സെക്ടർ, ഓയിൽ കമ്പനീസ്, IT സെക്ടർ, ഫാർമ സെക്ടർ, സമസ്ത മേഖലയിലും ആ ഒരു പ്രശ്നങ്ങൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇതെല്ലാം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ US മാർക്കറ്റിൽ നിന്ന് ബുധനാഴ്ച ദിവസം ക്രൂഡ് ഓയിൽ ഡേറ്റയും ഏപ്രിൽ 10 അവിടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ദിവസമാണ്. ഏപ്രിൽ 11 പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏപ്രിൽ 9 നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. കൂടാതെ തന്നെ വ്യാഴാഴ്ച മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ബുധനാഴ്ചയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാലുള്ള ഗ്ലോബൽ ഈവൻ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ സ്റ്റോക്കുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സാണ് പ്രധാനമായിട്ടും GLRൻ്റെ എല്ലാം തന്നെ എക്സ്പോർട്ട് US നിർത്തി വച്ചിരിക്കുകയാണെന്നുള്ള ഒരു ന്യൂസാണ്. കൂടാതെ തന്നെ ഡോക്ടർ റെഡ്ഡി ADRൽ 5% ഒരു ഫോൾ ഉണ്ടായി. റിലയൻസും ADRൽ 5% അടുത്ത് ഒരു ഫോൾ ഉണ്ടായി. ഓയിൽ കമ്പനീസും ക്രൂഡ് ഓയിൽ ഇടിയുകയാണ്. സ്റ്റീൽ കമ്പനീസും റിസഷൻ വരുമ്പോൾ ഈ സ്റ്റീലിൻ്റെ ഡിമാൻഡ് കുറയുമെന്നുള്ള കാരണം കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ടാറ്റ സ്റ്റീൽ പോലുള്ള കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാം തന്നെ ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ ശാലിനി വാര്യർ റിസൈൻ ചെയ്തിട്ടുണ്ട്.
എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഉള്ളത്. അപ്പോൾ സ്റ്റീൽ, IT, ഫാർമ എന്തിനു പറയുന്ന നിഫ്റ്റി ഇപ്പോൾ തന്നെ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 600 പോയിൻറ്റ് നിഫ്റ്റി ഡൗണിലാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം എത്രമാത്രം ഇമ്പാക്റ്റുകൾ ഉണ്ടാകുമെന്ന്. താങ്ക് യു.